ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ത്യയുടെ ബേസിക് ഫാക്ട്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തമിഴ്നാടിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കർണാടക സംസ്ഥാനത്തെക്കുറിച്ചാണ്. കർണാടക സംസ്ഥാനം നിലവിൽ വന്ന വർഷം 1956 നവംബർ 1. കർണാടക സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം ബംഗളൂരു. കർണാടക സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പക്ഷി പനങ്കാക്ക. കർണാടക സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആന. കർണാടക സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം ചന്ദനം. കർണാടക സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം താമര. കർണാടകത്തിലെ പ്രധാന ഉത്സവം ദസറ. കർണാടകയിലെ പുതുവർഷം അറിയപ്പെടുന്നത് ഉഗാദി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കർണാടക. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി കർണാടകയിലെ ശരാവതി. കർണാടകയിൽ പ്രചാരത്തിലുള്ള നൃത്തരൂപം യക്ഷഗാനം. കൈഹ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാടകം. ഇന്ത്യൻ ഹോക്കിയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് കർണാടകയിലെ കുടക്. വിജയനഗര സാമ്രാജ്യത്തിലെ അവശിഷ്ടങ്ങൾ കാണപ്പെട്ട സ്ഥലം കർണാടകയിലെ ഹംപി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കുംഭഗോപുരമായ ഗോൽഗുംബസ് എവിടെയാണ്? കർണാടക. ഇന്ത്യയിലെ ഏക അംഗീകൃത ദേശീയ പതാക നിർമ്മാണശാല എവിടെയാണ്? കർണാടകയിലെ ഹൂബ്ലി. ഇന്ത്യൻ ക്ഷേത്ര ശില്പകലയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന കർണാടകയിലെ സ്ഥലം ഏത്? ഐഹോൾ. എയ്ഡ്സ് ബാധിതർക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കർണാടക. ഇന്ത്യയിലെ ആദ്യ സൗരോർജ വൈദ്യുത വേലി നിർമ്മിക്കപ്പെട്ട വന്യജീവി സങ്കേതം ബന്നാർഘട്ട, കർണാടക. ഇന്ത്യയിൽ ആദ്യമായി മയിൽ സംരക്ഷണ കേന്ദ്രം തുടങ്ങിയ സംസ്ഥാനം കർണാടക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആനകളുള്ള സംസ്ഥാനം കർണാടക. ബാംഗ്ലൂർ നഗരത്തിന് ബംഗളൂരു എന്ന പേര് നിർദ്ദേശിച്ചത് ആര്? UR അനന്തമൂർത്തി. വൈദ്യുതീകരിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ നഗരം ബംഗളൂരു. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി മെട്രോ റെയിൽവേ ആരംഭിച്ച നഗരം ബംഗളൂരു. ഇന്ത്യയിൽ ആദ്യമായി
സൗജന്യ വൈഫൈ ആരംഭിച്ച നഗരം? ബംഗളൂരു. ബംഗളൂരു ആസ്ഥാനമായവ? ISRO, ഇൻഫോസിസ്, കാനറ ബാങ്ക്, ഇന്ത്യൻ ക്രിക്കറ്റ് അക്കാദമി, കോഫി ബോർഡ്, ഇന്ത്യൻ ഹോർട്ടിക്കൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ചിന്നസ്വാമി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം, ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ. കേരളത്തെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്ന ചുരം? പെരിയ ചുരം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കറൻസി പ്രിൻറ്റിംഗ് പ്രസ് സ്ഥാപിച്ചത് എവിടെയാണ്? മൈസൂർ. വൃന്ദാവൻ പൂന്തോട്ടം എവിടെയാണ്? മൈസൂർ. കർണാടക സംഗീതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? പുരന്ദരദാസൻ.